പത്മജ വേണുഗോപാലിനെതിരായ പരാമർശത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന് കെ.പി.സി.സി നേതൃയോഗത്തിൽ വിമർശനം. ലീഡറുടെ പേര് ഉപയോഗിച്ചത് ശരിയായില്ലെന്നും രാഹുലിന്റെ ഭാഷയിൽ അഹങ്കാരത്തിന്റെ സ്വരമുണ്ടെന്നും ശൂരനാട് രാജശേഖരൻ കുറ്റപ്പെടുത്തി. ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ മറുപടി. അല്ലമീൻ നൽകും വിവരങ്ങൾ. അല്ലമീൻ, കെ മുരളീധരൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ കെ.പി.സി.സി നേതൃയോഗത്തിൽ പാർട്ടി വിട്ടുപോയ നേതാവിനെതിരായ പരാമർശത്തിൽ ആർക്കാണ് അതൃപ്തി? ശൂരനാഥ് രാജശേഖരനാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃയോഗത്തിൽ വിമർശനം ഉന്നയിച്ചത്. അവർ പറഞ്ഞത് പത്മജ പാർട്ടി വിട്ടു പോയതിനെ ന്യായീകരിക്കുന്നില്ല, അത് തെറ്റ് തന്നെയാണ്. പക്ഷെ അതിന്റെ പേരിൽ വിമർശനം ഉന്നയിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കെ കരുണാകരനെ വലിച്ചിഴച്ചത് ശരിയായില്ല എന്ന രീതിയിലായിരുന്നു ശൂരനാട് രാജശേഖരൻ വിമർശനം കൊണ്ടുവന്നത്. ഇത് മാത്രമല്ല, ആ ഒരു വിമർശനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്വരത്തിൽ അഹങ്കാരത്തിന്റെ സ്വരമുണ്ടായിരുന്നു, ഭാഷയുണ്ടായിരുന്നു എന്നും കൂടി ശൂരനാട് രാജശേഖരൻ ചൂണ്ടിക്കാണിച്ചു. എന്നാൽ ആ ഒരു ചർച്ച അധികം മുന്നോട്ട് കൊണ്ടുപോകാനോ അത് വിശദമായ ചർച്ചയ്ക്ക് വെക്കാനോ നേതൃത്വം തയ്യാറായില്ല. ഇത്തരമൊരു വിമർശനം ശൂരനാട് ഉന്നയിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും കെ.പി.സി.സി ആക്ടിംഗ് പ്രസിഡന്റ് എം.എം. ഹസനും ഇടപെട്ടു. പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്തതാണെന്നും നിലപാട് നേരത്തെ വ്യക്തമാക്കിയതാണെന്നും വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾ വേണ്ടെന്നും പറഞ്ഞ് ബ്ലോക്ക് ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് മറ്റ് നേതാക്കൾ ആരും ഈ വിഷയം ഏറ്റുപിടിക്കുകയോ ചർച്ചകളിലേക്ക് കടക്കുകയോ ചെയ്തിട്ടില്ല. ശൂരനാഥ രാജശേഖരൻ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കെ കരുണാകരനെ കണക്ട് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ കൂട്ടിയിണക്കിക്കൊണ്ട് പത്മജയ്ക്കെതിരെ വിമർശനം ഉന്നയിച്ചത് ശരിയായില്ല എന്ന് അഭിപ്രായപ്പെട്ടത്. ശരി, ശൂരനാട് രാജശേഖരൻ മാത്രമാണ് ഇക്കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വിമർശനം ഉന്നയിച്ചത്. ഏതായാലും എം.എം. ഹസൻ, കെ.പി.സി.സി അധ്യക്ഷന്റെ ചുമതല വഹിക്കുന്ന എം.എം. ഹസനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും ഇക്കാര്യത്തിൽ നിലപാട് നേരത്തെ വ്യക്തമാക്കിയതാണ് എന്ന് തന്നെയാണ് പറഞ്ഞത്. അല്ലമീനാണ് വിവരങ്ങൾ നൽകിയത്.